ശാന്തി ശാന്തി ശാന്തി. ബഹുമാന്യനായ സെക്രട്ടറി MP സൻ അവർ ഈ യോഗം, ഈ ദിവ്യ പ്രബോധന പരിഷത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വളരെ ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയ പ്രസിഡന്റ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നികളുടെയും ആദരപൂർവ്വം നമ്മൾ ക്ഷണിച്ച് സ്വീകരിച്ചു കൊടുക്കുന്നു. ആചാര്യനെ സ്വീകരിച്ചു കൊടുക്കുന്നു. അടുത്തായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് യൂണിയന്റെ സെക്രട്ടറിയെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചു. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറെ ബഹുമാന്യനായ ശ്രീരാജ്കുമാർ ഇടവക്കം അവർ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാം രക്ഷാധികാരിയായി മുഖ്യ ആചാര്യനുമായി വിരാജിക്കുന്ന സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുന്ന ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദൻ അവർ, ദിവ്യ പ്രോചനം നിർവഹിച്ച ശ്രീ ഉദയൻ ശ്രീമതി ശില്പ ദമ്പതികൾ, സ്വാഗതം പറയുന്ന ശ്രീ സുഗുണൻ അവർ, ഏറെ പ്രിയങ്കരായിട്ടുള്ള വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്ന ഏറെ പ്രിയങ്കരായിട്ടുള്ള കുട്ടികളെ, രക്ഷകർത്താക്കളെ, ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികളെ, ശ്രീനാരായണ ഗുരുവിനെ അറിയുന്നതിനും പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഗുരു കാണിച്ചു തന്ന നേരായ വഴിയിൽ സഞ്ചരിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഇന്ന് വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പ്രബോധന പരിഷത്ത് എന്തുകൊണ്ടും ഏറ്റവും ധന്യമായ ഒരു ചടങ്ങാണ്. നമുക്കറിയാം, നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ നമുക്ക് കാണിച്ചു തരുകയും ആ ഗുരു കാണിച്ചു തന്ന പാതയിൽ കൂടി നേരായ വഴിയിൽ സഞ്ചരിക്കുന്നതിനും ഗുരു ലോകത്തിന് നൽകിയ അമൂല്യമായിട്ടുള്ള കൃതികളെ സംബന്ധിച്ച് പഠിക്കുന്നതിനും അത് മനനം ചെയ്യുന്നതിനുമൊക്കെ വേദാന്ത വിശ്വവിദ്യാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വൈക്കം ശ്രീനാരായണ പരിപാലന യോഗം SNDP ശാഖയുടെയും വേദാന്ത പരിഷത്തിൻ്റെയും വിശ്വവിദ്യാലയത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഈ പരിഷത്ത് നടക്കുന്നത്.
ഈ യോഗം അധ്യക്ഷം വഹിക്കുന്ന ഇതിൻ്റെ ജനറൽ കൺവീനർ ശ്രീ ശ്രീരാജ്കുമാർ ഇടപെട്ടവർ, ഇവിടെ ദിവ്യ പ്രബോധനം നടത്തിയ ശാഖയിലെ ബഹുമാനായ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ വ്യക്തി ഉദയൻ ശിവ ദമ്പതികൾ, ഇത് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് കേൾക്കുന്നത് വൈക്കം SNDP യൂണിയൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ബിനീഷ് പാത്താനാണ്. അദ്ദേഹം വേറൊരു യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പകരക്കാരനായി യൂണിയൻ സെക്രട്ടറി ആരാധനായ ശ്രീ MP സെൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധർമ്മ പ്രബോധന പരിഷത്ത് ക്ലാസ് നയിക്കുന്ന വേദാന്ത വിദ്യാലയം ആചാര്യൻ ശ്രീ വിശ്വപ്രകാശൻ വിജയാനന്ദ കൃതജ്ഞത അർപ്പിക്കുന്ന ഷാജി TP, ഇവരെ എല്ലാവരെയും ഉപരി നിങ്ങളെ ഓരോരുത്തരെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ക്ലാസ്സും കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഇതൊരു ചടങ്ങിന് വേണ്ടി മാത്രം വന്നതാകരുത്. ഉത്പാദനങ്ങൾ മഹാഗുരു ആരാണെന്ന് അറിഞ്ഞുകൊണ്ടും മഹാഗുരുവിൻ്റെ കൃതികളും ദർശനങ്ങളും ആദർശങ്ങളിലെയും അർത്ഥങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും അത് പ്രാവർത്തികമാക്കണം എന്നെങ്കിലും മാത്രമേ ഇത്തരം ക്ലാസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ അർത്ഥമുള്ളൂ. മഹാഗുരു സാക്ഷാൽ ഈശ്വരനാണെന്നും ഈശ്വര വചനങ്ങളാണ് ഗുരുവിൻ്റെ കൃതികളെന്നും ദർശനങ്ങളെന്നും ആദർശങ്ങളെന്നും നിങ്ങൾ മനസ്സിലാക്കി നമ്മുടെ പ്രാവർത്തിയിൽ കൊണ്ടുവരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ നിങ്ങളുടെ സ്വാഗതത്തിലൂടെ നിർത്തുന്നു. ജയ് ഗുരുദേവൻ. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. ഓക്കെ, കഴിഞ്ഞ മാസത്തിലുള്ള 1, 2 എന്തോ ശ്രദ്ധയുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ ശ്രദ്ധയില്ല എന്നുള്ള കാര്യം മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞ വാക്കിനെയല്ല നിങ്ങൾ സ്വീകരിച്ചത്, എന്റെ വാക്കിനെയല്ല നിങ്ങൾ പിന്തുടർന്നത്, എന്റെ വാക്കുകളെയല്ല നിങ്ങൾ അനുസരിച്ചത്. പിന്നെന്തിനെയാണ്? എന്റെ ആശ്രയം, എന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഞാൻ പരിഗണിച്ചപ്പോൾ സ്വാഭാവികമായി നിങ്ങളും എന്ത് ചെയ്ത് കഴിയും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താണ്? പോർ പറയുമ്പോഴേ അടിക്കാവുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കിനെയല്ല നിങ്ങൾ അംഗീകരിച്ചത്, എന്റെ ആക്ഷനെയാണ്. ഇതാണ് ജീവിതത്തിൽ പറയുന്ന വാക്കുകളെയല്ല പ്രാധാന്യത്തോടുകൂടി കാണുന്നത് എന്തിനെയാണ്? ആക്ഷനെ ആണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വാക്കുകൾ എന്തും പറയാം, ആ പറയുന്ന വാക്കും പ്രവൃത്തിയുമായിട്ടില്ല, യാതൊരു ബന്ധവും ഇല്ല. നമ്മൾ പലപ്പോഴും പലരും ഗുണദോഷിക്കാൻ കഴിയും. ജീവിതത്തിൽ പഠിച്ചിട്ടില്ലാത്ത കുട്ടി വിട്ട സമയത്ത് സിനിമാ തിയേറ്ററിലും കയറി ഇറങ്ങി കണ്ടവർക്ക് മണ്ടാവേലും കയറി കാണുന്ന ആളുകൾ പറയും, നിങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കണമെന്ന്. വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. എത്ര നേരമെന്നോ പറഞ്ഞത് ശ്രദ്ധാവാന്റെ വിജയിക്കാനും ശ്രദ്ധാവാന്റെ വിജയിക്കാനും ശ്രദ്ധാവാന്റെ വിജയിക്കാനും. പോർ പറയുമ്പോഴേ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് കുഴിച്ച് പറഞ്ഞപ്പോൾ അപ്പോൾ എന്റെ വാക്കിനെയല്ല നിങ്ങൾ അംഗീകരിച്ചത്,
എന്റെ പ്രവൃത്തിയാണ്. ഇത് അറിഞ്ഞുകൊണ്ടാണ് അല്ല ശ്രദ്ധയില്ലായ്മ. 2 എന്നിലുള്ള അമിത വിശ്വാസം. ഞാൻ സത്യസന്ധനാണ്, കുഴപ്പമില്ലാത്ത ആളാണ് എന്ന് നിങ്ങൾ അമിതമായി വിശ്വസിച്ചു. അതുകൊണ്ട് ഞാൻ കൈകരിച്ചപ്പോൾ നിങ്ങളത് അഴിച്ചു. അതുകൊണ്ട് ഒരാളിനെയും അങ്ങനെ അന്ധമായി വിശ്വസിക്കാൻ പാടില്ല. അറിവ് വേണം, അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ വേണം. അത് ഭഗവാൻ എന്താ പറഞ്ഞത്? ശ്രദ്ധാവാൻ ലഭതേയാൻ. ഇങ്ങനെ മറക്കരുത്. ഇനി ഇപ്പൊ നമ്മള് പഠിച്ചില്ല അല്ലേ? പഠിച്ചില്ല. അപ്പൊ നമുക്ക് തെറ്റിദ്ധരിച്ചല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ശരിയാണോ ശ്രദ്ധയോ? എന്താ നോക്കണ്ടേ? റെഡിയാക്കിക്കൊണ്ട് നമ്മള് പരിശോധിച്ച് തെറ്റുണ്ടെങ്കിൽ തെറ്റിന് നമ്മള് തിരുത്തണം, കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, 1, 2, 3, 4 ഇവിടെ അടിക്കണം. ഓക്കെ, 1, 2, 3, 4. ശ്രദ്ധ കൂടിയോ കുറഞ്ഞോ വേദനയേക്കാൾ കുറഞ്ഞു. എന്താ കാരണം? ശ്രദ്ധിക്കണം, നിസ്സാരകാര്യമല്ല. ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ശ്രദ്ധയോടുകൂടിയായിരിക്കണം. ഇപ്പോഴും ശ്രദ്ധിച്ചില്ല. നിങ്ങൾ ധരിച്ചിരുന്നത് മുഴുവൻ എന്താണ്? 1, 2, 3 കഴിഞ്ഞാൽ എന്തായിരിക്കും വരാൻ പോകുന്നത്? 4 ആണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അങ്ങനെ വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി ജാഗ്രതയോടെ ഇരുന്നാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിരുന്നാൽ, മോഹിച്ചിരുന്നാൽ, വിശ്വസിച്ചിരുന്നാൽ അത് തന്നെ നടക്കണമെന്ന് ഇല്ല. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം? ശ്രദ്ധ, ശ്രദ്ധ, ശ്രദ്ധ. ലോകത്തിലെ ഏറ്റവും വലിയ പ്രഭാഷകനായിരുന്ന സ്വാമി വിവേകാനന്ദൻ ഏറെ ഊന്നനായി പറഞ്ഞതായിരുന്നു ശ്രദ്ധ, ശ്രദ്ധ, ശ്രദ്ധ. അപ്പോൾ ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി, എല്ലാം വിവേകമാകും. ജീവിതത്തിൽ എന്ത് വേണം? പഠിക്കണമെങ്കിൽ എന്ത് വേണം? പഠിക്കണമെങ്കിൽ എന്ത് വേണം? ശ്രദ്ധ വേണം. അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സ്കൂളിലെ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നോക്കേണ്ടത്? എവിടെയാണ് നോക്കേണ്ടത്? ടീച്ചർ വന്ന സായി ആണോ? അല്ല പിന്നെ ശ്രദ്ധിക്കുക. സമയം ഒരു ബുക്ക് പിടിക്കാൻ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ടീച്ചറുടെ വലത് കണ്ണിലേക്ക് നോക്കണം. എവിടെ നോക്കണം? വലത് കണ്ണിലേക്ക് നോക്കണം. കാരണം ഏറ്റവും കൂടുതൽ ലൈറ്റ് എനർജി, ഡിവൈൻ എനർജി നമ്മളിൽ നിന്നും പുറപ്പെടുന്നത് വലത് കണ്ണിലൂടെയാണ്. അതുകൊണ്ട് ടീച്ചർ, അധ്യാപകൻ ജ്ഞാനം പകർന്നു തരുമ്പോൾ അധ്യാപകന്റെ മുഖത്ത് നോക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എവിടെ നോക്കണമെന്നാണ്? കണ്ണിലേക്ക് നോക്കണമെന്നാണ്. ഏത്
വലതുകളിലേക്ക് നോക്കണം. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പൊ ശ്രദ്ധയുണ്ടെങ്കിൽ ജ്ഞാനം നമുക്ക് ലഭിക്കും. ശ്രദ്ധയുണ്ടെങ്കിൽ ജീവിതം വിജയിക്കും. ശ്രദ്ധയില്ലെങ്കിലോ ജീവിതം അപകടത്തിലാണ്. കുറച്ചു കാലത്തിന് മുമ്പ് 3 പേർ കൂടിയത് തന്നെ വേണം. മുഖം ഫ്ലൈറ്റിലാണ് താല്പര്യമെങ്കിൽ ആയിക്കൊള്ളുക. അതിനുശേഷം മോള് അനേകം ഫ്ലൈറ്റിന്റെ പല ഉടമയായി മാറും. കേട്ടോ? അന്നൊരു ഫ്രീ തന്നെ ശ്രദ്ധിച്ചു. അപ്പോ വലിയ ചിന്ത ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. സംഭവം ചെറിയ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ടാക്സി ഡ്രൈവർ ഇല്ല, വേറെ എന്തെങ്കിലും പണ്ട് സൈക്കിളൊക്കെ നടത്തുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടൊന്നും എനിക്കറിയില്ല. അപ്പൊ എത്രയോ പിള്ളേര് എനിക്ക് ഒരു സൈക്കിളക്കാരനാവണമെന്ന് അറിയില്ല. കാരണം അവരുടെ അതാണ് ധാരണ. അതല്ല ലോകമതല്ല. ഈ ലോകത്ത് ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ ചക്രവർത്തിമാർ ജീവിച്ചതിനേക്കാൾ ഗംഭീരമായ രീതിയിൽ ജീവിക്കുന്നതായ തലങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മുടെ മക്കളിൽ ഉന്നതമായ ചിന്ത, ഉന്നതമായ ലക്ഷ്യം ഉണ്ടാക്കി കൊടുക്കണം. അതിനാദ്യം വേണ്ടതെന്താ? ശ്രദ്ധ, 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 ശ്രദ്ധ. പുസ്തകങ്ങൾ നിരന്തരം വായിക്കുക, പാട്ടുകൾ പാടുക, നൃത്തം ചെയ്യുക. മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെ ചെയ്യണം? പുസ്തകങ്ങൾ വായിക്കണം, പാട്ട് പാടണം, എന്ത് ചെയ്യണം? നൃത്തം ചെയ്യണം. മനസ്സിലായോ? അതെല്ലാം ദൈവികതയാണ്, നമ്മളെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഉന്നതമായ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതായത് ഒരു ഇരുമ്പ് ദണ്ഡെടുക്കുക. ഒരു ഇരുമ്പ് ദണ്ഡെടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മളൊരു നാണയമോ വേറൊരു ഇരുമ്പ് ദണ്ഡോ വെച്ചാൽ അതവിടെ ഇരിക്കും, മറ്റൊരു പതിവ് പോകും. എന്നാൽ ആ ഇരുമ്പ് ദണ്ഡിനെ നിരന്തരം ഒരു കാന്തം കൊണ്ട് ഉരസിയാൽ, ആ ഇരുമ്പ് ദണ്ഡ് എന്തായി മാറും? ഒന്ന് പൂവിന്റെ പടം വരയ്ക്കും. നമുക്ക് അടുത്ത മാസം ഗാഠം വരയ്ക്കും. നമ്മൾ പതിനെട്ട് പറയാം അല്ലേ? പൂവിന്റെ പടം വരയ്ക്കുക. ആ പൂവിനെ കുറിച്ച് ഒരു കവിത എഴുതുക. പൂവിനെ കുറിച്ച് ഒരു ലേഖനം എഴുതുക. 3 കാര്യം നിങ്ങൾ ചെയ്യണം. ഇത് എന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിത്രരചന ശക്തി വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ കവിതാരചന ശക്തി വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ഗ്രന്ഥരചന ശക്തി വർദ്ധിപ്പിക്കുക. നിങ്ങൾ ശരിക്കും നിങ്ങളിൽ ഇതൊന്നും ഇല്ലായിരുന്നല്ല. ഇതെല്ലാം ഉള്ളവരാണ് നമ്മളെല്ലാം. നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, നിങ്ങളെ കവിയാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ ചിത്രകാരനാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ വലിയ പ്രബന്ധകാരനാക്കാൻ വേണ്ടിയാണ്. ഒരു പൂവിനെ കുറിച്ച് ചിത്രം വരയ്ക്കുക, ഒരു പൂവിനെ കുറിച്ച് കവിത എഴുതുക, ഒരു പൂവിനെ കുറിച്ച് ലേഖനം എഴുതുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം ക്ലാസ്സുകളായി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മള് ഒരു സ്ഥലം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തൂടെ നമ്മള് ഒരു 10-20 പ്രാവശ്യം നടന്നു കഴിയുമ്പോൾ അവിടെ ഒരു വഴി ഉണ്ടാകത്തില്ലേ? അപ്പൊ പിന്നെ നമുക്ക് നടന്നു പോകാൻ സുഖമല്ലേ? അപ്പോൾ അത് കണ്ടുകൊണ്ട് മറ്റാളുകളും ഈ വഴിയിലേക്ക് വരില്ലേ?
നമ്മൾ വിളിച്ചതാണോ? അല്ല. എല്ലാ ആളുകളും ഇതേപോലെ നമ്മുടെ കാട് പിടിച്ചിരിക്കുന്നതായ ബുദ്ധിയിലേക്ക് നിരന്തരമൊരു ചിന്ത, എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാവണം, ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറാവണം, ചിത്രകാരനാവണം, ഡോക്ടറാവണം, എഞ്ചിനീയറാവണം, എന്തുവായിട്ടും ആ നിരന്തരം ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു പാത്തുണ്ടാകും. ആ ചിന്താ പദത്തെ വിളിക്കുന്ന പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ത് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? നാലെട്ട് വെച്ചാൽ മതി എല്ലാം അങ്ങോട്ടടിക്കുന്നത് പോലെ. നിങ്ങൾക്ക് തന്നെ അറിയാം, ചില സമയങ്ങളിൽ ഫംഗ്ഷൻ ചെയ്യും. നിങ്ങൾ ഒരാളിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ആ ആളെ കേട്ട് ഇല്ലേ? ഒരാളിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കും. ഞാൻ സന്തോഷത്തെ വിളിക്കാൻ ഫോൺ എടുക്കുമ്പോൾ സന്തോഷം ഞാൻ വിളിക്കാനിരിക്കുന്നു. ഇതുപോലെ നമ്മൾ ആസക്തി ആർജിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നിരന്തരം ചിന്തിച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താ? ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താ? ഒന്ന് ഭൂമിന്റെ പടം വരയ്ക്കും. നമുക്ക് അടുത്ത മാസം ഗാളം വരയ്ക്കും. നമ്മൾ പതിച്ചു പറയാം അല്ലേ? ഭൂമിന്റെ പടം വരയ്ക്കുക, ആ ഭൂമിനെ കുറിച്ച് ഒരു കവിത എഴുതുക, ഭൂമിനെ കുറിച്ച് ഒരു ലേഖനം എഴുതുക. 3 കാര്യം നിങ്ങൾ ചെയ്യണം. ഇതെന്തിനെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിത്രരചന ശക്തി വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ കവിതാരചന ശക്തി വർദ്ധിപ്പിക്കുക, നിങ്ങളുടെ ഗ്രന്ഥരചന ശക്തി വർദ്ധിപ്പിക്കുക. നിങ്ങൾ ശരിക്കും നിങ്ങളിൽ ഇതൊന്നും ഇല്ല എന്നല്ല. ഇതെല്ലാം ഉള്ളവരാണ് നമ്മളെല്ലാം. നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ്, നിങ്ങളെ കവിയാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ ചിത്രകാരനാക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ വലിയ പ്രബന്ധാരകനാക്കാൻ വേണ്ടിയാണ്. ഒരു ഭൂമിനെ കുറിച്ച് ചിത്രം വരയ്ക്കുക, ഒരു ഭൂമിനെ കുറിച്ച് കവിത എഴുതുക, ഒരു ഭൂമിനെ കുറിച്ച് ലേഖനം എഴുതുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അത് നിങ്ങളുടെ സംവിധാനം ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം ക്ലാസ്സുകളായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മള് ഒരു സ്ഥലം കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തൂടെ നമ്മള് ഒരു 10 പ്രാവശ്യം നടന്നു കഴിയുമ്പോൾ അവിടെ ഉണ്ടാകും ഒരു വഴി ഉണ്ടാകത്തില്ലേ? അപ്പൊ നമുക്ക് നടന്നു പോകാൻ സുഖമല്ലേ? അപ്പോൾ അത് കണ്ടുകൊണ്ട് മറ്റാളുകളും ഈ വഴിയിലേക്ക് വരില്ലേ? നമ്മൾ വിളിച്ചതാണോ? അല്ല. എല്ലാ ആളുകളും ഇതേപോലെ നമ്മുടെ കാട് പിടിച്ചിരിക്കുന്നതായ ബുദ്ധിയിലേക്ക് നിരന്തരമൊരു ചിന്ത, എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാവണം, ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറാവണം, ചിത്രകാരനാവണം, ഡോക്ടറാവണം, എഞ്ചിനീയറാവണം, എന്തുവായിട്ടും ആ നിരന്തരം ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു പാത്തുണ്ടാകും. ആ ചിന്താ പദത്തെ വിളിക്കുന്ന പേരാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ത് ചെയ്യുമ്പോഴോ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? നാലെട്ട് വെച്ചാൽ മതി എല്ലാം അങ്ങോട്ടടിക്കുന്നത് പോലെ. നിങ്ങൾക്ക് തന്നെ അറിയാം, ചില സമയങ്ങളിൽ ഫംഗ്ഷൻ ചെയ്യും. നിങ്ങൾ ഒരാളിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോ ആ ആളെ കേട്ട് ഇല്ലേ? ഒരാളിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കും. ഞാൻ സന്തോഷത്തെ വിളിക്കാൻ ഫോൺ എടുക്കുമ്പോൾ സന്തോഷം ഞാൻ വിളിക്കാൻ
വന്നിരിക്കും. മൈ എക്സ്പീരിയൻസ് എന്റെ മാത്രമല്ല അനേകങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് നമുക്ക് നിരന്തരമായിട്ട് ചിന്തയുണ്ടാവണം. ആരാവണം, എന്താവണം. പലരുടെ ചിന്ത കൊണ്ട് 18 കഴിഞ്ഞു കഴിയണം കഴിക്കണം. അങ്ങനെയാണോ? കെട്ടിയെന്നല്ലോ. ജീവിതത്തിലെ ഏറ്റവും പരമമായ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഗുരു പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആവണോ വിവാഹത്തിന് മുമ്പായി വിവാഹത്തിന് മുമ്പ് വീണാൽ നമ്മൾ മുകളിലേക്ക് തന്നെ പോകും. അതിലേക്ക് കാല് വീഴാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് നമ്മുടെ ചിന്ത ഉന്നതമായിരിക്കണം. ഉന്നതമായ ചിന്തയ്ക്ക് വേണ്ടി നിരന്തരമുള്ളതായ ചിന്തയുണ്ടായിരിക്കണം. ആ ജ്ഞാനം കൊണ്ട് ജീവിത ലക്ഷ്യം കൈവരിക്കാൻ ജ്ഞാനം സ്വീകരിക്കണമെങ്കിലും നമ്മൾ ആരെ വന്നിച്ചിരിക്കണമെന്നില്ല. എപ്പോഴും ആരെ അച്ഛനെയും വന്നിച്ചിരിക്കണം. നമുക്ക് ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരിക്കണം. അടുത്ത വഴിയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യസ്ഥാനം പറയുന്നത് ലോക ചരിത്രത്തിൽ മറ്റാരും എത്തിച്ചേർന്നിട്ടില്ലാത്ത ഒരു സ്ഥാനത്തായിരിക്കണം. അതെ, ഏത് രംഗത്താണോ ആ രംഗത്തെ ചക്രവർത്തിയായിരിക്കണം. അല്ലെങ്കിൽ ചക്രവർത്തി ആയിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ചക്രവർത്തിമാരുമായി തീരട്ടെ. അതിന് ഗുരു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ ഉപദേശ പ്രക്രിയ ഇവിടെ ഉപസംഹരിക്കുകയാണ്. കാരണം ഞാൻ അടുത്തൊരു 10-ാം തീയതി വരെയുള്ളതായ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആണ് ഞാൻ പോകുന്നത്. മടങ്ങി പോകുന്നതായ ഒരു സാഹചര്യം പെൺകുട്ടികളെ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഇല്ല. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ ഭിന്നശേഷി വനിതയാണ് അരുണിമ സിൻഹ. അവര് നമ്മുടെ ദേശീയ വോളിബോൾ ടീമിലെ ഒരംഗമായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. വോളിബോൾ ടീമിലെ ഒരു അംഗമായിരുന്നു അരുണിമ സിൻഹ. ഒരിക്കല് ഈ അരുണിമ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കള്ളൻ വന്നിട്ട് അവരുടെ മാല, സ്വർണ്ണമാല പറിച്ചെടുക്കാൻ നോക്കി. അപ്പൊ അരുണിമ അതിനെ എതിർത്തു. കുറെ നേരം പിടിവലി നടന്നു കഴിഞ്ഞപ്പോൾ ഈ കള്ളൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ അരുണിമയെ പുറത്തേക്ക് തള്ളിയിട്ട് നേരെ വന്ന് വീണത് വേറൊരു ട്രാക്കിലാണ്. ആലോചിച്ച് നോക്കണം, എത്ര ദയനീയമായ ഒരു അനുഭവമാണെന്ന്. ഇത്ര വലിയൊരാളായിട്ടും ഇങ്ങനെയൊക്കെ ആർക്കും സംഭവിക്കാം. അപ്പം ഈ ട്രാക്കിൽ കിടന്നിട്ട് അപ്പം ഒരു ട്രെയിൻ, രാത്രി സമയമാണ്, ഒരു ട്രെയിൻ ഈ കുട്ടിയുടെ കാലിൽ കൂടി കയറി ഇറങ്ങി. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ കുട്ടി ആരും അറ്റൻഡ് ചെയ്യാനില്ലാതെ രാവിലെ ആവണ വരെ അവിടെ കിടന്നു. രാവിലെ ആയപ്പോൾ നാട്ടുകാരെല്ലാം കൂടി ഇതിനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ വശത്തെ കുട്ടിയുടെ കാല് മുറിച്ച് കളഞ്ഞു. അപ്പം നമുക്കറിയാം, ഹോസ്പിറ്റലിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എല്ലാവരും നമ്മളെ കാണാൻ വരും, ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ വരും. അപ്പം അങ്ങനെ വന്നപ്പോൾ ആൾക്കാർ ഇതിനോട് സഹതാപമായി. അയ്യോ, കാല് മുറിച്ച് കളഞ്ഞില്ലേ, പെൺകുട്ടിയല്ലേ, ഇനി ആര് കല്യാണം കഴിക്കും, ഇനി എങ്ങനെ ജീവിക്കും, എങ്ങനെ പഠിക്കും, അങ്ങനെയെല്ലാം ഇവളും അത് കേൾക്കാൻ തുടങ്ങി ഈ ചോദിക്കുന്നത്. അപ്പം തന്നെ ആ ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് തന്നെ അരുണിമ പ്രതിജ്ഞ എടുത്തു, ഞാൻ തോറ്റിട്ടില്ല, തോൽക്കുകയുമില്ല. പിന്നീട് കൃത്രിമക്കാല ആർട്ടിഫിഷ്യൽ ലെഗ് വെച്ചിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ചോരയൊലിക്കും ആ സമയത്തൊക്കെ ആദ്യഘട്ടങ്ങളിലൊക്കെ. അവൾ അവരെ കിടന്ന് ബെഡിൽ വെച്ച് ഒരു പ്രതിജ്ഞ എടുത്തു,
ഈ ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് ഞാൻ എന്ത് ചെയ്യും എവറസ്റ്റ് കീഴടക്കുന്നു. അപ്പൊ പിന്നെ അതിനുള്ള പരിശ്രമമായി നിരന്തരം പരിശ്രമിച്ച് ഈ അപകടം നടന്ന് കൃത്യം 2 വർഷം എത്തുമ്പോഴേക്കും അരുണിമ എന്ത് ചെയ്തു? എവറസ്റ്റിന് മുകളിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക പാറിച്ചു. എന്നിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നുണ്ടാവും, എവറസ്റ്റിന്റെ മുകളില് അരുണിമ ത്രിവർണ്ണ പതാക പാറിച്ചിട്ട് ലോകത്തോടായിട്ട് വിളിച്ചു പറഞ്ഞു, വൈകല്യം എൻ്റെ ശരീരത്തിനാണ്, എന്തിനല്ല, മനസ്സിനല്ല. ഈ ഒരു കഥ നമ്മൾ ഓർത്താൽ മതി, നമുക്ക് എത്ര മോട്ടിവേഷൻ കിട്ടുന്നു. കാരണം പലരും ഓർക്കുന്നതാണ് എനിക്കത് പറ്റില്ല, ഇത് പറ്റില്ല. അപ്പം ഈ ഒരു കാല് വെച്ചിട്ട് കൃത്രിമകാലമായി ഒരാൾക്ക് എവറസ്റ്റ് കൊടുമുടി കീഴടക്കാമെങ്കിൽ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്, എത്രയോ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല.